ജമാഅത്തെ ഇസ്ലാമി നന്നായി പ്രവർത്തിച്ചതാണ് മലബാറിൽ UDFന് നേട്ടമായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ്. അതിന്റെ ഗുണം UDFനുണ്ടായെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJP ഒഴിവാക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവർ അവതരിപ്പിച്ചു. അത് UDFന് ഗുണമായി. എന്നാൽ അവരെവിടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിച്ചിട്ടില്ല. LDFനെതിരാണെന്ന് എങ്ങും പറഞ്ഞില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം മാവൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് കോഴിക്കോട്, കണ്ണൂർ, വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമായത്? കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടുകളിൽ 2.8% ആളുകൾ ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അത് 1.75% കുറവാണ്. എന്നിട്ട് എങ്ങനെയാണ് UDFന് ഇത്ര ഭൂരിപക്ഷം ലഭിച്ചത്? MV ഗോവിന്ദൻ ചോദിക്കുന്നത് ഇതാണ്. മലബാറിൽ പ്രബലമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയും SDPയും ഉൾപ്പെടെയുള്ളവർ. അതിൽ ജമാഅത്തെ ഇസ്ലാമിലെ ഒരു വിഭാഗം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ, ജനങ്ങൾക്കിടയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ്. അവർ എവിടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. അവർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായ അവതരണം നടത്തി. എന്തെങ്കിലും സാധ്യത BJP ഒഴിവാക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണെന്ന് അവതരിപ്പിച്ചു. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത, ഹിന്ദുത്വ അജണ്ട, മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയവാദികൾ, ലോകം തന്നെ ഇസ്ലാമിക ലോകം വേണമെന്ന നിലപാടുള്ളവർ. അവർ വളരെ ഫലപ്രദമായി മുസ്ലിം ഏകീകരണം സംഭവിക്കുന്ന വർഗീയവൽക്കരണത്തിന് വേണ്ടി കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു. ലീഗിനെയും കോൺഗ്രസിനെയും ചേർന്ന് അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇത് ദൂരവ്യാപകമായി ഫലമുളവാക്കുന്ന ഒന്നാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഈ വർഗീയ ശക്തികളെല്ലാം ചേർന്ന് UDFനൊപ്പം നിന്നു. മതനിരപേക്ഷത നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ നാളെ ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഒരാശയ തലത്തിൽ നിന്നും ദൂരവ്യാപകമായ ഫലമുളവാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മുസ്ലിം ലീഗ് ചെയ്യുന്നത് ഈ വർഗീയ ശക്തികളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. ഇതിന്റെ ഭാഗമായാണ് 2.8% വോട്ട് കുറഞ്ഞിട്ടും UDF ജയിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.